മലയാള സിനിമാ മേഖലയിൽ മെമ്മറി കാർഡ് വിവാദം വിട്ടൊഴിയുന്നില്ല. നടിയെ ആക്രമിച്ച കേസിലായിരുന്നു നേരത്തെ ഈ വിവാദം ഉയർന്നിരുന്നതെങ്കിൽ ഇപ്പോഴിതാ താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ വിവാദം കൊഴുക്കുന്നത്. എന്താണ് ഈ വിവാദം? നിലവിലെ ആരോപണം താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് 2018 മീ ടു ആരോപണം ഉയർന്ന സമയം, അന്ന് നടന്ന സംഭവം 2025 താരസംഘടനയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉയരുന്നത്. 2018 വരെ ഇന്നസെന്റ് പ്രസിഡന്റും മമ്മൂട്ടി ജനറൽ സെക്രട്ടറിയും ഇടവേള ബാബു സെക്രട്ടറിയുമായിരുന്നു. അതിനുശേഷം നിലവിൽ വന്ന കമ്മിറ്റിയിൽ, അതായത് 2018 മുതൽ 2021 വരെ മോഹൻലാൽ പ്രസിഡന്റും ഇടവേള ബാബു ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അവരുടെ ഒരു കമ്മിറ്റിയിലും ഈ ആരോപണം ഉയർന്നിരുന്നില്ല. ഇനി 2018 ആ വിഷയത്തിലേക്ക് വരാം. മീ ടു ആരോപണം കത്തിപ്പടരുന്ന സമയം, അന്ന് മലയാള സിനിമയിലെ വനിതാ അംഗങ്ങൾക്കിടയിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് അവരുടെ വിഷമതകൾ കേൾക്കാൻ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുന്നു. KPSC ലളിത ചെയർമാനും മഞ്ജു പിള്ള, പൊന്നമ്മ ബാബു അംഗങ്ങളുമായുള്ള സബ് കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. വനിതാ അംഗങ്ങളുടെ സങ്കടങ്ങൾ കേട്ട് അതിന് പരിഹാരം കാണുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി സബ് കമ്മിറ്റി വനിതാ അംഗങ്ങളുടെ, അതായത് ആരോപണം ഉള്ളവർക്ക് അത് ഉന്നയിക്കാനുള്ള ഒരു വേദി ഒരുക്കി. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു ആ കമ്മിറ്റിയിൽ വനിതാ അംഗങ്ങളുമായി ബന്ധമുള്ള കുക്കു പരമേശ്വരനെയും സബ് കമ്മിറ്റിയെ സഹായിക്കാൻ ചുമതലപ്പെടുത്തുന്നു. പരാതിയുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് ഒരു ചായ കുടിച്ച് പിരിയാം എന്നതായിരുന്നു അന്നത്തെ അജണ്ട. തുടർന്ന് കുക്കു പരമേശ്വരൻ വനിതാ അംഗങ്ങളെ വിളിച്ച് അവരുടെ പരാതികൾ പറയാൻ ഒരു അവസരം ഒരുക്കുകയാണെന്ന് അറിയിക്കുന്നു. 2018 WCCയും രൂപം കൊള്ളുന്നത്. എല്ലാ വനിതാ അംഗങ്ങളുടെയും കോണ്ടാക്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് കുക്കുവിനെ സഹായിക്കാൻ ഇടവേള ബാബു നിർദ്ദേശിച്ചത്. അങ്ങനെ എല്ലാവരും ഒരു ഹോട്ടലിൽ ഒത്തുചേരുന്നു. ഓരോരുത്തരും അവരുടെ വിഷമതകൾ വിവരിക്കുന്നു. അമ്മയുടെ ഒരു പതിവ് രീതി എന്ന നിലയിൽ അവിടെ വരുന്ന അംഗങ്ങളെ CCTV വെച്ച് ചിത്രീകരിക്കും. അങ്ങനെ അതിനായി പ്രത്യേകം ക്യാമറകളും വെച്ചിരുന്നു. ഓരോരുത്തരും വ്യക്തിപരമായി അവർ നേരിട്ട പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ മൺമറഞ്ഞു പോയ ഒരു നടനെ കുറിച്ച് ഒരു നടി ആരോപണം ഉന്നയിച്ചു. ഇതു കേട്ടതോടെ സബ് കമ്മിറ്റി ചെയർമാനായിരുന്ന KPSC ലളിത ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നു. അതിന് കാരണവുമുണ്ട്. മരിച്ചുപോയവരെ പോലും വെറുതെ വിടാതെ അവരെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു KPSC ലളിതയുടെ പക്ഷം. ഇറങ്ങിപ്പോകുന്നതിനിടെ കുക്കു പരമേശ്വരനോട് ഒരു നിർദ്ദേശവും നൽകി. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നോക്കിയ ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തനിക്ക് നൽകണമെന്നായിരുന്നു ആ നിർദ്ദേശം. അവിടെ എത്തിയ നടിമാർ അവരുടെ കാര്യങ്ങളെല്ലാം വിവരിക്കുകയും പിരിഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ ഇതേക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. അക്കാര്യം താരസംഘടനയായ അമ്മയുടെ ഒരു കമ്മിറ്റിയിൽ പോലും തുടർ ചർച്ചയായി വന്നതുമില്ല. സബ് കമ്മിറ്റി വിളിച്ചു ചേർത്ത പരിപാടിയിൽ ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ആരും പരസ്പരം ചോദിച്ചതുമില്ല. സംഘടനയെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു നടനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് അദ്ദേഹം മത്സരത്തിൽ നിന്നും പിന്മാറിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾ ഉയർന്നതെന്നാണ് സംഘടനയിലെ വനിതാ അംഗങ്ങൾക്കിടയിലെ സംസാരം. ഒരു പ്രമുഖ നടൻ മത്സരത്തിനായി രംഗത്ത് വന്നപ്പോൾ വനിതാ അംഗങ്ങളിൽ ചിലർ അയാളെ ഭീഷണിപ്പെടുത്തി എന്നാണ് മെമ്മറി കാർഡ് വിവാദം ഉന്നയിച്ചവർ ആരോപിക്കുന്നത്. അതായത് ആ നടനെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്നും തിരഞ്ഞെടുപ്പിന് നിന്നാൽ അത് പുറത്തു വരുമെന്നും പറഞ്ഞ് ചില നടിമാർ ആ നടനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. ഈ ഭീഷണി ഉന്നയിക്കുന്നത് കുക്കു പരമേശ്വരനും മാലാ പാർവതിയുമാണെന്നാണ് ഇവർ പറയുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെയായിരുന്നു ആദ്യ ആരോപണം. അവർ അഭിനയിച്ച ചില ചിത്രങ്ങളെ ചൂണ്ടിക്കാട്ടി ഒരു വ്യക്തി കോടതിയിലും പോയി. ഒടുവിൽ ഹൈക്കോടതി തന്നെ ആ ഹർജി തള്ളുകയും ചെയ്തു. അതായത് സെൻസർ ബോർഡ് പോലും സർട്ടിഫിക്കറ്റ് നൽകി പുറത്തിറങ്ങിയ ചിത്രങ്ങൾക്കെതിരെയായിരുന്നു ആരോപണം. അവർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചുവെന്ന ആരോപണമാണ് ഉയർത്തിയത്. എന്നാൽ കോടതി അതിന് കൃത്യമായ മറുപടി നൽകിയെന്ന് വനിതാ താരങ്ങളിൽ ചിലർ പറയുന്നു. ശ്വേതയെ തളർത്താൻ സാധിക്കാതെ വന്നപ്പോഴാണ് കുക്കു പരമേശ്വരന് പിന്നാലെ ചിലർ കൂടിയിരിക്കുന്നതെന്നും വനിതാ അംഗങ്ങളിൽ ചിലർ പറയുന്നു. ഈ വിഷയം കലങ്ങിത്തെളിയണമെങ്കിൽ ഇനി പോലീസ് വിചാരിക്കണം. ഇതിനായി കുക്കു പരമേശ്വരനും നടി ഉഷ ഹസീനയും പരാതി നൽകിക്കഴിഞ്ഞു.
അമ്മ സംഘടനയിലെ വനിതാ അംഗങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയ മെമ്മറി കാർഡ് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് നടി ഉഷ ഹസീന നിയമ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അമ്മ സംഘടന, മുഖ്യമന്ത്രി, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്കാണ് പരാതി നൽകിയത്. അംഗങ്ങൾക്ക് വേണ്ടി താൻ ഒപ്പിട്ട പരാതിയിൽ ദുരനുഭവം തുറന്നു പറഞ്ഞ മുഴുവൻ നടിമാരുടെയും പേര് ചേർത്തിട്ടുണ്ടെന്നാണ് ഉഷ പറയുന്നത്. നടിമാർ ദുരനുഭവം വിവരിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കൊണ്ടുപോയെന്നും ഇത് തിരിച്ചേൽപ്പിക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ഉഷ പറയുന്നു. കുക്കു പരമേശ്വരൻ തങ്ങൾക്കെതിരെ DGPക്ക് പരാതി നൽകിയ ഘട്ടത്തിലാണ് തങ്ങൾ ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോയതെന്നും ഉഷ ഹസീന വ്യക്തമാക്കുന്നു. മെമ്മറി കാർഡ് നശിപ്പിച്ചു, കാണാനില്ല എന്നൊക്കെയാണ് കുക്കു പറയുന്നത്. സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പരാതി നൽകേണ്ട എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ കുക്കു പരമേശ്വരൻ ഞങ്ങൾക്കെതിരെ അപ്പോഴേക്കും DGPക്ക് പരാതി നൽകി. സമൂഹ മാധ്യമം വഴി അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് പരാതി. ആ ഘട്ടത്തിലാണ് ഞങ്ങളും പരാതിയുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതരായത്. അവരാൽ ബുദ്ധിമുട്ട് നേരിട്ടത് ഞങ്ങൾക്കാണ്. എന്നിട്ട് ഞങ്ങൾക്കെതിരെ പരാതിയും കൊടുത്തിരിക്കുകയാണ്. ഈ പരാതി അമ്മ സംഘടനയുടെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു ഉദ്ദേശവുമില്ല. പക്ഷേ ഞങ്ങൾ കള്ളം പറയുകയാണ് എന്നാണ് ചിലർ ചാനലുകളിൽ വന്ന് പറയുന്നത് എന്നാണ് ഉഷയുടെ പക്ഷം. അതേസമയം സൈബർ ആക്രമണത്തിനെതിരെ കുക്കു പരമേശ്വരൻ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് വിവാദത്തിൽ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് കാട്ടിയാണ് പരാതി. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനാണ് കുക്കു പരാതി നൽകിയത്. തനിക്കെതിരെ പ്രചരിപ്പിക്കുന്ന മെമ്മറി കാർഡ് ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാണ് ആരോപണം. ആരോപണം അടിസ്ഥാനരഹിതമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ നുണ പ്രചരിപ്പിക്കുന്നു, യൂട്യൂബ് ചാനലുകളിലൂടെ ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ കുക്കു അടിവരയിട്ട് പരാതിയിൽ പറയുന്നു. അമ്മ തിരഞ്ഞെടുപ്പിൽ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അമ്മ സംഘടനയുടെ സുപ്രധാന സ്ഥാനത്തേക്ക് താൻ മത്സരിക്കാൻ വന്നതാണോ ഇപ്പോൾ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിലുള്ള കാരണമെന്ന് അറിയില്ലെന്നും കുക്കു പരമേശ്വരൻ പറയുന്നു. മെമ്മറി കാർഡ് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആരും സമീപിച്ചിട്ടില്ല. ഇപ്പോൾ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് അറിയില്ലെന്നും കുക്കു പരമേശ്വരൻ പറയുന്നു. 2018 മീ ടു ക്യാമ്പയിന് ശേഷം താരസംഘടനയായ അമ്മയിലെ സ്ത്രീകൾ നടത്തിയ തുറന്നു പറച്ചിലുകൾ അടങ്ങിയ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടാണ് കുക്കു പരമേശ്വരനെതിരെ ആരോപണങ്ങൾ ഉയരുന്നത്. ആരോപണം ഉയർന്നിരിക്കുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത് 2018 അതിനുശേഷം ഇത്രയും വർഷം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതുവരെയും ആരും ഇതേക്കുറിച്ച് ആരോപണങ്ങളുമായി വന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ട് മെമ്മറി കാർഡ് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആരും സമീപിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവർക്ക് അതിൻ്റെ ഉത്തരം കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ മെമ്മറി കാർഡ് ആവശ്യപ്പെട്ടവർക്ക് അത് സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യാമായിരുന്നല്ലോ. ഈ മെമ്മറി കാർഡും അതിനുള്ളിലുള്ള കാര്യങ്ങളുമെല്ലാം എൻ്റേതല്ല, അത് അമ്മ എന്ന സംഘടനയുടേതാണ്. അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലേ അത് ചെയ്യേണ്ടത്. ഇത് ഒരു അസോസിയേഷന്റെ കാര്യമാണ്. അവിടെ എൻ്റെ പദവി എന്തായിരുന്നു എന്ന് പോലും ആരും ചോദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എല്ലാ ഉത്തരവാദിത്വവും എൻ്റെ മേൽ മാത്രം വെക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. കുക്കു എന്ന വ്യക്തിയെ മാധ്യമങ്ങളടക്കം എന്തുകൊണ്ടാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അറിയില്ല. എനിക്കെതിരെ നടക്കുന്ന എല്ലാ ഭീഷണികൾക്കെതിരെയും വേണ്ടുന്നതെല്ലാം നിയമപരമായി ചെയ്യുന്നുണ്ട് എന്നും കുക്കു പരമേശ്വരൻ പറയുന്നു. എന്തായാലും താരസംഘടനയായ അമ്മയിൽ ഇനി മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ അന്വേഷണം പോലീസ് നടത്തേണ്ടിയിരിക്കുന്നു. ആ അന്വേഷണത്തിലെങ്കിലും നെല്ലും പതിരും വേർതിരിഞ്ഞാൽ നന്നായിരുന്നു. പക്ഷേ അമ്മ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-നാണ്. അതിനു മുമ്പ് ഈ ആരോപണങ്ങളിൽ ഒരു വ്യക്തത വരുമോ എന്നതിൽ സംശയമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഈ വരുന്ന ഓഗസ്റ്റ് 15. ആ സുവർണ ദിനത്തിലാണ് താരസംഘടനയുടെ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാ അംഗങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. ഒരു തിരഞ്ഞെടുപ്പാകുമ്പോൾ ജയവും പരാജയവും സ്വാഭാവികം. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ വിജയിക്കും, അല്ലാത്തവർ പരാജയപ്പെടും എന്നു കരുതി എല്ലാ നാളും ശത്രുക്കളെ പോലെ കഴിയാനൊന്നും സാധിക്കില്ല. രാഷ്ട്രീയക്കാർ പോലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പരസ്പരം സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്.
അമ്മയിലെ ഓരോ അംഗങ്ങളെയും സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളുമാക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ജനസമൂഹമാണ്. അവർ ഇല്ലെങ്കിൽ നിങ്ങളുമില്ല. ജനങ്ങൾ തിയേറ്ററുകളിൽ എത്തി സിനിമ കണ്ടാൽ മാത്രമേ താരങ്ങൾക്കും നിലനിൽപ്പുള്ളൂ. അവർ താരങ്ങളെ പിന്തള്ളിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കണം. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് അമ്മയിലെ അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമ്മയിൽ നടക്കുന്ന ഈ പരസ്പരം ചെളിവാരി എറിയൽ നിങ്ങളെ സ്റ്റാറാക്കി മാറ്റിയ ജനങ്ങൾക്കിടയിലും ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിലും നിങ്ങൾക്ക് നേരെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിന് മറുപടി പറഞ്ഞേ മതിയാവും. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? നിങ്ങൾ അംഗങ്ങൾ പരസ്പരം ചിന്തിച്ച് ഉത്തരം പറയണം.